ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് 12th പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താ പറയണ്ടതെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര സ്ട്രെസ്സൊക്കെ പോലെ എനിക്ക്. ബേസിക്കലി 12th കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയി. ഞാൻ പിന്നെ കാണലും മീറ്റപ്സും ഒക്കെ ഭയങ്കര കുറവായിരുന്നു. എൻ്റെ പോലെ തന്നെ ഒരു കുട്ടിയും റിപ്പീറ്ററായിരുന്നു. അവളായിട്ട് നമുക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. അവൾ ബ്രില്യൻ്റ് പോയി റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ തീരെയും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഇതൊക്കെ നടക്കുകയാണ് ആ ഒരു മൊമെൻറ്റ്. അപ്പോൾ നമ്മളിന്ന് തൃശ്ശൂർക്ക് പോവാണ് അവരെ കാണാൻ. അപ്പം ഇന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് സ്കൂളൊക്കെ കാണിക്കണമെന്നുണ്ട്. സ്കൂളിൽ കയറി എൻ്റെ മിസ്സുമാരൊക്കെ കാണണമെന്നുണ്ട്. പക്ഷെ അതൊക്കെ നടക്കുമെന്ന് അറിഞ്ഞൂടെ. ഇന്ന് സെൻറ്റ് തോമസ് ഡേ ആയതുകൊണ്ട് മിസ്സുമാരുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഇൻട്രോ എന്തൊക്കെ കൊടുത്തേക്കണേന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് സ്ട്രെസ് അടിച്ചിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. അവർ രണ്ടുപേരും ഓൾറെഡി തൃശ്ശൂർ എത്തി. അപ്പം നമുക്ക് പോവാം. ഐ ഹോപ്പ് ടുഡേയ്സ് വ്ളോഗ് വിൽ ബി വെരി ഫൺ. എൻ്റെ പോലെ ഒരിത്തിരി നാടൻ കുണികളാണ് ആ രണ്ട് പിള്ളേർ. But I hope today's vlog will be nice. So welcome to the vlog, guys. സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലി നീ എൻ മിന്നും താലിപ്പൊന്നിൽ നിന്നിൻ സ്വന്തം. ഹലോ എവരിവൺ, നമ്മളിവിടെ തൃശ്ശൂരെത്തി. ഓക്കെ, എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കാരണം എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മളിപ്പോൾ ലൂർദ് പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി ഇതായിരുന്നില്ല, ടൈലായിരുന്നില്ല. കുറേ മാറ്റങ്ങൾ വന്നു. പിന്നെ ഇന്ന് സെൻറ്റ് തോമസ് ഡേ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ പള്ളിയിൽ ആരും ഇല്ലാത്ത, അല്ലെങ്കിൽ ഫുൾ പിള്ളേർ സെറ്റ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടത് നമ്മളങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ അവരെത്തിയിട്ടില്ല. അപ്പോൾ അതിനേക്കാളും മുമ്പ് എനിക്ക് കുറച്ച് പരിപാടികൾ തൃശ്ശൂർ ചെയ്യാനുണ്ട്. അപ്പോൾ അവരെത്തുന്ന സമയത്ത് വി ക്യാൻ ഗോ ആൻഡ് ഡു ദാറ്റ്. എനിക്ക് സത്യം പറയാനുണ്ടല്ലോ, എന്താ പറയണ്ടേന്ന് അറിയില്ല, എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. നല്ല ഭംഗിയാണ്. ഞാൻ കാണിച്ചത് ഇവിടെ ആയിരുന്നു നമ്മൾ എന്താ ചെയ്യുക, ഫുൾ ഫോട്ടോസ്. നമ്മൾ എന്ത് ക്രിസ്മസ് വരാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഫെയർവെൽ വരാണെങ്കിലോ എന്ത് പരിപാടി വരാണെങ്കിലും നമ്മളെല്ലാം സെറ്റായിട്ട് ഇവിടെ വന്നിട്ടാണ് ഫോട്ടോ എടുക്കുക. അവിടെ സെമിത്തേരി, ഇവിടെ പള്ളി. ഇവിടെ നിന്ന് നമുക്കൊരു കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ കാണാം. നമ്മുടെ ബാക്കിലിരിക്കുന്നത് നമ്മുടെ സ്കൂളാണ്. അങ്ങോട്ടേക്ക് നമുക്ക് പോവാം അവർ വന്നിട്ട്. പിന്നെന്താ, ഇതായിരുന്നു നമ്മുടെ സ്ഥിരം സ്പോട്ട്. ഒരു മിനിറ്റ്, പള്ളിയിൽ എനിക്ക് കയറാം. നമുക്ക് പള്ളി കയറാം ആദ്യം. പള്ളി കയറാണ്ടിരിക്കുന്ന മോശമല്ലേ. എൻ്റെ ഒക്കെ എക്സാം ടൈമിൽ ആക്ച്വലി ഐ ലുക്ക് സോ ബാഡ് ഇൻ ദിസ് വീഡിയോ, ബട്ട് സ്റ്റിൽ ഒരു കഥയുണ്ട് പറയാൻ. ബേസിക്കലി 12th ബോർഡ്സ് നടന്നിരിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കാറില്ല, അത്ര സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് തുടങ്ങിയൊരു സമയമായിട്ടുണ്ടായിരുന്നില്ല. ഒരു മോഡൽസിന് ഇതുപോലെ മാർക്ക് കുറഞ്ഞു. മാർക്ക് കുറയൽ വാസ് ദെയർ. പക്ഷെ എനിക്ക് ബയോളജി എനിക്ക് എങ്ങനെ പഠിച്ചിട്ടും എനിക്ക് മാർക്ക് കിട്ടണില്ല. ബാക്കിയുള്ള സബ്ജക്ട്സ് എനിക്ക് ഫിസിക്സും മാത്സൊക്കെ ഞാൻ പഠിക്കാത്തതിൻ്റെ പ്രശ്നം. പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ബയോളജിയുടെ കാര്യത്തിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പം ഇതുപോലെ മാർക്ക് വന്നു. മിസ്സിൻ്റെ നല്ല ചീത്ത കിട്ടു. ഐ സ്റ്റിൽ റിമെമ്പർ. ഞാൻ അന്ന് വന്നിട്ട് ഞാൻ കരഞ്ഞു. മിക്കപ്പോഴും പേപ്പർ കിട്ടുമ്പോൾ ഞാൻ കരച്ചിലുണ്ടാവാറുണ്ട്. പക്ഷെ അന്ന് കരഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയില്ല. ബയോളജി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്തിനാ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എടുക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കാണാൻ പറ്റുന്നുണ്ടാ, ഞാൻ അവിടെ ഒരു ലാസ്റ്റ് ബെഞ്ചിൽ കയറിയിട്ടിരുന്ന് അങ്ങനെ കരയാം. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ കോമഡിയാണ്. പക്ഷേ ഇപ്പം ഇവിടെ ആകെ മാറി. ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും ഈ സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു കാറ്റിസം ക്ലാസ്സൊക്കെ ഇവിടെ നടക്കണം. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പള്ളിയുടെ അകത്തോട്ട് കയറാണ്. പള്ളിയുടെ അകത്ത് എനിക്ക് അറിഞ്ഞുകൂടാ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. വേണമെങ്കിൽ ഒരു പള്ളി കാണാണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ക്രിസ്മസിൻ്റെ ടൈമിൽ ഈ പള്ളി ഡെക്കറേറ്റ് ചെയ്ത് കാണണം, അടിപൊളിയാണ്. എനിവേ, അപ്പോൾ ഞാൻ പള്ളിയുടെ അകത്തോട്ട് കയറാണ്. എനിക്ക് അറിഞ്ഞുകൂടെ പള്ളിയുടെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഐ വിൽ ബി ഡോക്യുമെൻറ്റിങ് സംതിങ്. ബൈ. ഇതാണ് ലിറ്റി മോള് റിപ്പീറ്റ് ചെയ്ത് എയിംസിൽ ഡൽഹി
എന്താ പ്രശ്നം വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഇത്തിരി നാണുണ്ട്. അതാണ് ഒരു ചെറിയ പ്രശ്നം. അടുത്ത ആൾ ഞാൻ ഇപ്പോൾ കാണിക്കാം. ചെസ് നമ്പർ 2 ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ജഡ്ജ് ചെയ്യണ്ട, ഫ്രണ്ടിൽ നല്ല എസ്തെറ്റിക് ആണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. എന്താ പറയണേ, കുറേ ആൾ ശേഷം ഞാൻ ഇട്ടാ പൊടി പട്ടി ഇടും. തുറന്ന ഓക്കെ, കുഴപ്പമില്ല. 2 lakh views ഒരു ദിവസം വരുന്നുണ്ട്, അല്ല സോറി 1 മണിക്കൂർ വരുന്നുണ്ട്. എല്ലാവരും കാണുന്നുണ്ട്, കുഴപ്പമില്ല. പട്ടി കേട്ടാലും 18 വ്യൂ ആയിരുന്നു ലാസ്റ്റ്. മറ്റേ ഗിന്നസ് റെക്കോർഡ് വ്യൂ ആയിരുന്നു. പിന്നെ 5 വ്യൂ ഇന്നലെ ഇട്ടേ. 2.5 എങ്ങോട്ടാ തള്ളി മറിക്ക് കിഡ്നി വല്ല വേണം. നമ്മള് ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. ഹലോ എവ്രിവൺ, നമ്മളിപ്പം കോളേജ് അല്ല സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ആകെ മാറി നമ്മുടെ സ്കൂളിൽ ഈ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. നിർമ്മല മാതാവ് എന്ന് എഴുതിയ സംഭവം ഫ്രണ്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഈ മാതാവൊക്കെ പുതിയതാണ് ആക്ച്വലി. ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. ഇതേ വെയിറ്റ് ആയി ഷോ യു ഗൈസ്. എനിക്ക് ആകെ കൂടി ഒരു ഭയങ്കര മിക്സ്ഡ് ഇമോഷൻസ് ആണ്. ആക്ച്വലി സെൻറ്റ് തോമസ് ഡേ ആയതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കടക്കാൻ പറ്റത്തില്ല. അവിടെ ആയിരുന്നു നമ്മുടെ കെമിസ്ട്രി ലാബ്. അവിടെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേ നിർമ്മലമാത വന്നപ്പോൾ ഇവിടെ ആയിരുന്നു എൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ. ഇവിടെ നിന്നിട്ടാണ് ഞാൻ കുറേ സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നത്. പിന്നെന്താ, എല്ലാം പൂട്ടിയിട്ടേക്കാണെങ്കിൽ തോന്നുന്നുള്ള അകത്തോട്ട് കയറാൻ പറ്റുന്നത്. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞൊരു കട്ടിങ് ഉണ്ടായിരുന്നില്ലേ, നമുക്ക് ആക്ച്വലി ദൂരത്തുപള്ളിയുടെ സൈഡിൽ നിന്ന് ഇവിടേക്ക് ഒരു കട്ടിങ് ഉണ്ട്, നമുക്ക് അങ്ങനെയും കയറാം. നമ്മളോട് ആക്ച്വലി അകത്തോട്ട് കയറരുതെന്ന് പറഞ്ഞു. അകത്തോട്ട് കയറരുത് മീൻസ് ക്ലാസ്സിൻ്റെ അവിടേക്കൊന്നും. പക്ഷെ അതൊക്കെ കാണാനും മിസ്സുമാരെ കാണാനും ആവശ്യം വന്നു. പക്ഷെ നമ്മൾ വന്ന ഡേ ആക്ച്വലി ഏതാ സ്ഥലം നമ്മൾ വന്ന ഡേ ഓക്കെ വാവ് നമ്മൾ വന്ന ഡേ ആക്ച്വലി ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം. ഇവിടെയാണ് നമ്മൾ ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ടായിരുന്നത്. പിന്നെന്താ, ഓക്കെ വെയിറ്റ്, ആ കാണുന്ന ക്ലാസ്സിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു നമ്മുടെ 11th ക്ലാസ്. പിന്നെ ഇതൊക്കെ പുതിയതാണ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്താ, എനിക്ക് മുകളിലോട്ട് കയറാൻ പറ്റുകയാണെങ്കിൽ ഇല്ല, എല്ലാം ക്ലോസ്ഡ് ആക്കി ഇട്ടേക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നുള്ള പറ്റുന്ന ആക്ച്വലി കയറാൻ പറ്റിയിരുന്നെങ്കിൽ കുറേ ഫണ്ണായിരുന്നേനെ. ഹലോ എവരിവൺ. സോ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വഴിക്കോടെയാണ്. ഓക്കെ, ബേസിക്കലി നമുക്ക് സ്കൂളിൽ നിന്ന് ഹോസ്റ്റൽ, ഓക്കെ ഞാൻ ഇപ്പോൾ പോകുന്നത് എൻ്റെ ഹോസ്റ്റലോട്ടാണ്. ഹോസ്റ്റലോട്ടേക്ക് പോകാൻ 2 വഴിയുണ്ട്. 2 വഴി എന്ന് പറഞ്ഞാൽ ഈ വഴിക്കോടെ പോകണമെങ്കിൽ 5 മിനിറ്റുള്ളിൽ എത്തും. മറ്റേ വഴി എന്ന് പറഞ്ഞാൽ മറ്റേ ലോർദ് പള്ളി മൊത്തം കറങ്ങിയിട്ടൊരു വഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റിലെത്തുന്ന സ്ഥലത്തേക്ക് നമുക്കൊരു 20-25 മിനിറ്റ് അത്രയ്ക്ക് ഉണ്ടോയെങ്കിൽ അറിവിടെ ഒരു അരമണിക്കൂറൊക്കെ എടുത്ത് നാട്ടുകാർ മൊത്തം തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ബേസിക്കലി കുഴപ്പമില്ല, അരമണിക്കൂർ കൊണ്ട് എത്തും. അപ്പോൾ മിക്ക ദിവസവും സ്കൂളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, ആ വഴി കൂടെയാണ് വരാറുള്ളത്. കാരണം ഞാൻ പെട്ടെന്ന് ഹോസ്റ്റലിലോട്ട് കയറാറില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഹോസ്റ്റലിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ മഴ പെയ്യുന്നുണ്ട് പാവം. ഓക്കെ, ഹോസ്റ്റലിലോട്ട് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അല്ലുമോളെ ഒന്ന് കാണണം. പിന്നെ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാനുണ്ട്. സോ ഈ വഴിക്കോടൊക്കെ എത്ര വിഷമിച്ച് നടന്നിട്ടുണ്ടെന്ന് അറിയാം ഞാൻ. എന്തിനാണ് വിഷമിച്ചതെന്ന് വെച്ചാൽ, പേപ്പർ കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും, മറ്റ് വളഞ്ഞ വഴിക്കൂടെ ആയിരിക്കില്ല ഞാൻ നടന്നു വരാം. ഞാൻ ഈ വഴി വഴി എനിക്ക് മറന്ന് ഞാൻ ബേസിക്കലി അപ്പോൾ ഞാൻ പേപ്പർ കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും, ഈ വഴിക്കൂടെ വരും. വേഗം ഹോസ്റ്റലൊക്കെ വന്ന് അമ്മേനെ സോപ്പൊക്കെ ഇട്ട് പഠിക്കായിരിക്കും. അതാണെന്ന് വെച്ചാൽ പരീക്ഷ പേപ്പർ കിട്ടുന്ന ദിവസങ്ങൾ മാത്രം ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ എനിക്ക് നൊസ്റ്റാൾജി അടിക്കണം സത്യം പറഞ്ഞാൽ. ഫണ്ണായിരുന്നു 12th, അതെനിക്ക് അറിഞ്ഞോളാ. ഞാനൊരു ഫണ്ണ് എനിക്ക് കോളേജിൽ ആ ഫണ്ണുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഇല്ല. ഇത്തിരി കൂടിയും സ്ട്രെസ് ലൈഫാണ് കോളേജ് എന്നെ സംബന്ധിച്ചിടത്തോളം. ബട്ട് whatever. ഞാൻ ഈ വഴി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഭയങ്കര രസമുണ്ട് ഇന്നത്തെ കാലാവസ്ഥ ഇതൊക്കെ കാരണം. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ബട്ട് ഗൈസ്
നനഞ്ഞ് മൊത്തം നനഞ്ഞ് ഇത്തിരി നനഞ്ഞായിരുന്നു മഴ കാരണം. മഴ ഞാൻ കാണിച്ചു തരാം. നല്ല മഴയുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടെ ഈ വ്ളോഗ് എനിക്ക് മൊത്തം തീർക്കാൻ പറ്റുമെന്ന്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോണിൽ ഇപ്പോൾ 15%. ഇനി നമ്മൾ തിരിച്ച് സ്കൂളിലോട്ടേക്ക് പോകും. ഇനി അവിടെയാണ് ബാക്കി പരിപാടികൾ. ബേസിക്കലി ഒന്നും ഉദ്ദേശിച്ച പോലൊന്നും അത്ര വർക്കായില്ല. എനിക്ക് അറിഞ്ഞുകൂടെ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ചിലപ്പോൾ എൻ്റെ ഫോൺ ചാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അറിയില്ല. ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രൈ ഫ്രം മൈ സൈഡ്. ആക്ച്വലി മിസ് ചെയ്യണം കേട്ടോ ഹോസ്റ്റലൊക്കെ. ഇനി എന്തായാലും ഞാൻ അകത്തോട്ട് കയറട്ടെ. എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ +1 ഐ മീൻ +2 ഇങ്ങനെ വന്ന് ഇങ്ങനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കോളിമ്പല്ലടിക്കും. ഞാൻ ഇങ്ങനെ നിൽക്കും. ആ ഒരു വൈബ് എനിക്ക് അടിക്കണേ. എനിവേ ബൈ ഗൈസ്. ഫൈനലി നമ്മൾ മുത്തിനെ കണ്ട്. അല്ലേ മുത്തേ? ഹാപ്പി അല്ലേ? എന്നെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? 2 വാക്കിൽ പറ. ഒന്നും തോന്നണില്ല. ഹലോ എവരിവൺ. ആക്ച്വലി ഉണ്ടല്ലോ, ഇത് അന്നത്തെ ദിവസമല്ല. നിങ്ങൾ വിചാരിക്കും ഈ സെയിം ഡ്രസ്സ് ആയതുകൊണ്ട് അന്നത്തെ ദിവസമാണെന്ന്. ഇത് ആക്ച്വലി സൺഡേ ആണ്. ഞാൻ പള്ളിയിൽ പോയി ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഓക്കെ. സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ചാണ്ടല്ലോ, എൻ്റെ ഒരു ഡെഡിക്കേഷൻ കുറവുണ്ട് ആ വ്ളോഗിൽ ബേസിക്കലി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ചാർജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫോണിൽ ചാർജ് തീർന്നു എന്നൊക്കെ. അത് കാരണം എൻ്റെ ഫോൺ ആക്ച്വലി ചത്തു. പിന്നെ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റോറേജ് തീർന്നു. മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഇന്നലെ എഡിറ്റ് ചെയ്തപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഒന്നുമില്ല വ്ളോഗിൽ ബേസിക്കലി. എൻ്റെ മുഖവും പിന്നെ എന്തൊക്കെയോ കാണിച്ച് ഞാനൊരു വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അതിനെന്തിനാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്തിറങ്ങി എടുക്കണേന്ന്. കാരണം എന്ന് വെച്ചാൽ ഇത്തിരി ഒരു മരങ്ങളും ചെടികളും കാണിക്കാൻ ഇത്തിരി നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ഈ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നത്. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പോയിട്ട് മിസ്സുമാരെ കണ്ടിട്ട് എന്നെ കുറച്ച് അവർ പേടിപ്പിച്ചിട്ടായാലും പറയിപ്പിക്കുക. പിന്നെ എന്താ പറയുക, എൻ്റെ ഹോസ്റ്റലിൽ പോയിട്ട് ഹോസ്റ്റൽ മൊത്തം കാണിക്കുക. അതെനിക്ക് ഉറപ്പുണ്ടായില്ല. കാരണം സിസ്റ്റേഴ്സ് സമ്മതിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ മഴയായിരുന്നു അന്ന്. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ മഴയായിരുന്നു. ഒരു വൃത്തികെട്ട മഴ. എനിക്ക് നാട്ടിൽ വന്നൊരു മഴ പെയ്യാത്തതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷെ അന്ന്, അതായത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസങ്ങളിൽ മഴ പെയ്യുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല. വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ മഴ ഈസ് നൈസ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസങ്ങൾ മഴ എനിക്ക് അത്ര ഇഷ്ടമല്ല. അന്ന് നല്ല വൃത്തികെട്ട മഴയായിരുന്നു. അങ്ങനെ പറയുന്നില്ല, പക്ഷെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. ഞാൻ വിചാരിച്ചു ഒന്നും വിചാരിച്ചില്ല. എന്താ പറയുക, എൻ്റെ ഒരു ഡെഡിക്കേഷൻ കുറവ് ആ വ്ളോഗിൽ നന്നായി കാണാൻ നിങ്ങൾക്ക് പറ്റും ബേസിക്കലി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കിടലും വ്ളോഗ് അടുത്തത് ഇറക്കാം. അടുത്ത വ്ളോഗ് ഇതുപോലെ ആയിരിക്കില്ല. ഞാൻ ഫോണൊക്കെ ഫുൾ ചാർജ് ആക്കി സ്റ്റോറേജൊക്കെ സെറ്റാക്കി ഒരു കിടലൻ വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെന്താ, ബേസിക്കലി ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആ വ്ളോഗിൽ. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട്സ് എല്ലാവരും നമ്മളിപ്പം തൃശ്ശൂർ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ബ്ലെസ്സിമോളുടെ ചേച്ചിയുടെ ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വെഡ്ഡിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ അത് നടന്നില്ല. പക്ഷേ ഒന്നും നടന്നിട്ടില്ല ബേസിക്കലി. വോട്ടവർ. അപ്പോൾ കല്യാണം കഴിയുന്നതോടുകൂടി അവരെല്ലാവരും അവരുടെ നാട്ടിലോട്ടേക്ക് പോയി. ബേസിക്കലി അവരാരും തൃശ്ശൂരല്ല, ഓരോരുത്തരും ഓരോരോ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ എല്ലാവരും അവരുടെ സ്ഥലത്തിലോട്ട് തിരിച്ചു പോയി. ചിലപ്പോൾ നമ്മൾ അവരുടെ സ്ഥലത്തിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വ്ളോഗ് നല്ലത് എടുക്കാൻ ശ്രമിക്കാം കിടിലനായിട്ട്. അറിയില്ല, എനിക്ക് തോന്നണില്ല അതൊക്കെ നടക്കുമോ ഇല്ലേന്ന്. ശ്രമിക്കാം. സോ നല്ല ദിവസമായിരുന്നു അന്ന്. പക്ഷേ എനിക്ക് ആ നല്ല സംഭവങ്ങളൊന്നും ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ എൻ്റെ എന്തൊക്കെയോ ബ്ലാ പറയുന്നതും എൻ്റെ മുഖം മാത്രം ആ വ്ളോഗിലുള്ളൂ. നല്ലതൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. കുഴപ്പമില്ല. അച്ഛണ്ടല്ലോ ഇവിടെ മഴ കാരണം ഫുൾ ഇവിടെ വെള്ളമാണ്. അതുകൊണ്ട് എൻ്റെ കാലും മൊത്തം ഇപ്പോൾ ചെളിയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അകത്ത് കയറട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് അകത്ത് എടുക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഇത്തിരി നല്ല സൺലൈറ്റിൽ വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ എൻ്റെ മുഖം ടാനാവുണ്ട്. ഓക്കെ, എനിവേ വാട്ടവർ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയാണ്. ഒരു കിടലും വ്ളോഗായിട്ട് എന്തായാലും ഞാൻ വരുന്നതായിരിക്കും. തിരിച്ച് ഞാൻ ഡൽഹി പോണേക്കാൾ മുമ്പ് ഒരു കിടലും നാട്ടിലെ വ്ളോഗ് ഞാൻ ഇറക്കുന്നതായിരിക്കും. ചിൽഡ്രൻ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ ഇറക്കാം. ചിൽഡ്രൻ